അണ്ണാ ഇത് മൃദുല ചുമ്മാ കാണിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നോട് ഇരുന്നവൾ ഇരുന്നവൾ പോയല്ലോ. കുട്ടിക്ക് സുഖമല്ലേ? എല്ലാം ഓക്കെ അല്ലേ? അതെ അതെ ഓക്കെയാണ്. അന്ന് കണ്ട പിന്നെ കണ്ടില്ല. അന്നെന്തോ സിറ്റുവേഷൻ ആന്ന് പറഞ്ഞു പോയത്. ആ അതെ 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 അല്ല, അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തായിരുന്നു. അതാണ് ആള്. ഇതാ നിക്കുന്നത് ആള് അവിടെ ഒരു ബ്ലൂ കളർ ജെട്ടിയാണോ കാണുന്നത്? ഇതാണ് ന്യൂ ജനറേഷനൊക്കെ അല്ലേ ഓരോ പേരെന്താണ്? എന്റെയോ? അതോ അയാളുടെ? പൊളപ്പൻ. ആളുടെ പേരെന്താ? മതാരക്കൊക്കെ അറിയാം. ഇവിടെ ഒരു ടാലന്റ് ഷോ നടക്കുന്നുണ്ട്. പാടാൻ വരാൻ വേലായിരുന്നു. പിന്നെ പാടാലോ. ആവശ്യമായിട്ടത്തിൽ മാത്രമേ പാടാറുള്ളൂ. ഞങ്ങള് പങ്കെടുത്ത പ്രൈസ് ഞങ്ങക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ഈ അടുത്ത് തന്നെ നമുക്ക് ഈ അടുത്ത സിറ്റിയിൽ ഒരു പാട്ട് മത്സരം നടന്ന 10 കോടി രൂപയായിരുന്നു. എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. പൈസ അതെ. എന്തായാലും നടക്കട്ടെ കുട്ടി. കാണാം. ഓക്കെ. പൊളപ്പനെ തിരക്കാൻ പറഞ്ഞേ. പൊളഞ്ഞു കിടക്കുകയാണ്. എന്നെ റീപ്ലേസ് ചെയ്ത് പൊളപ്പൻ എന്ന് പറഞ്ഞ എടുത്തിട്ട് ഇവിടെ പോടാ അവള്. പൊളപ്പൻ ജി പരുന്ത് ജി എന്നിട്ടുണ്ട്. കുറ്റിയായി സെറ്റാണ് പരുന്ത് ജി. പരുന്ത് ചെയ്യുന്നൊന്നുമല്ല ഇടേണ്ടത്. പൊളന്തെന്നോ അല്ലെ വാസുന്റെ പൊളന്തെന്നോ അങ്ങനെ കേട്ട പേര് കിട്ടാൻ സെറ്റ് ആവും ഇവളുമാരൊക്കെ. മനസ്സിലായ? പൊളപ്പൻ പേര് കേക്കണം ദൈവം. എന്താണ് എടാ നമ്മുടെ പിള്ളേരുടെ അടുത്തൊക്കെ നേരത്തെ ഒന്ന് കേറാൻ പറയണേ. എന്നാലും ലൈനപ്പ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. കൺസൈൻമെന്റ് അതാ പറഞ്ഞ. കൺസൈൻമെന്റ് കഴിയുമ്പോഴത്തേനും അമ്മ റെഡി ആയിട്ടിരിക്കും. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഡിലേ ആക്കാൻ പറ്റത്തില്ല. മനസ്സിലായേ? ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. അങ്ങോട്ട് പോയാൽ മതി. ആരാന്ന് നോക്കിയേ. ഹലോ ഹായ്. എന്താ പേര്? എത്ര നാളായി ലിസ കണ്ടിട്ട്? എവിടെയായിരുന്നു ഇത്ര നാള്? ലിസ ഇപ്പൊ ഫാമിലിയിലെല്ലാം ഉണ്ടോ? അല്ലേ വെറുതെ ചുമ്മാ ചോദിച്ചതാ. സിംഗിളാണല്ലോ. സിംഗിളാണല്ലോ. എന്താ ഒരു പെങ്കൊച്ചിനെ കാണുമ്പോ ഇങ്ങനെയാണോ? സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ ചോദിക്കുന്നത്? ആണെന്നാണ് പറഞ്ഞേ. ഫാമിലി ഒന്നുമില്ല നമ്മൾ ഉദ്ദേശിച്ചത്. വല്ലാണ്ട് മെലിഞ്ഞു പോയേട്ടാ ലിസ. ഓ എനിക്ക് സുഖമാണ്. എനിക്ക് നന്നായിട്ട് പോണ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകണം. അതെ 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 സത്യം. വർഷങ്ങളായി. ഒരു വർഷത്തിന് മുകളിലായി കണ്ടിട്ട് ലിസ. ഞാൻ പണ്ട് സിനിമന്റെ കൂടെ കണ്ടാണ് ലിസ. പിന്നെ കണ്ടിട്ടേ അതൊക്കെ പോയായിരുന്നല്ലേ? അതൊക്കെ പണ്ടേ പോയല്ലേ. എന്ത് പറ്റിയതായിരുന്നു? അതൊക്കെ പറയണ വാസ്തവം. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. എന്നാലും അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും പെമ്പിള്ളാരോട് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ. പറഞ്ഞില്ല യോസുനി നിങ്ങളടുത്ത്? ഒന്നും പറഞ്ഞില്ല. അറിഞ്ഞൂടാ. എന്തിനാണ് ആ സമയത്ത് കൊറേ വേറെ അപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനാണ്
മോളെ എന്തൊക്കെയുണ്ട് സുഖാണോ? അതെ 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 സുലഭനുണ്ടായിരുന്നു ഒരു സാൻഡ്രാൻ വന്ന ഒരാളുണ്ടായിരുന്നു. എന്താ ഹാങ്ങോറൊക്കെ മാറിയോ? വർഷങ്ങള് വേണ്ട നമ്മക്ക് എന്തോ ഹാങ്ങോവറാണ്. അതും കുറച്ച് വർഷങ്ങളായില്ലേ. അതെന്തായാലും രാത്രി വെള്ളം അടിച്ചിട്ടേ ഇവൻ എന്റെ ഒരു സൈഡ് വില്ലുമോന്റെ ഒരു കേസിൽ എന്തൊരു വില്ലുമോന്റെ കേസ് ഞാൻ ഒരു തോർന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇങ്ങനെ തുടച്ച് ഒരു തരത്തി ഉറങ്ങൂല. പിന്നല്ല ഉമ്മ വെക്കുവാണോ അവൻ നക്കുവാണോ അവൻ എന്തുവാ ചെയ്യണേന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് അത് ഇതാണ് താരം, ഇതെന്റെ ഗേൾഫ്രണ്ട് ആണ്. ഹലോ വാസണ്ണ എന്തോ ഒന്ന് വരാ, ഒരു കാര്യം ചോദിക്കാൻ. പൊളപ്പനെ പൊളന്നടിക്കണ കേട്ടാ ഇത്. അന്ന മറ്റേ നിങ്ങളെ സ്കോർപ്പിന്റെ കീഴിലായിരുന്നു. ഒരു സെക്കൻഡ് കുട്ടി, ഒരു അർജന്റ് കോളാണ്. ഓക്കെ ഓക്കെ. ഹലോ വാസൂട്ടി, വാസൂട്ടി, എന്താ? അല്ല റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നേ. നീ എന്ത് റിപ്പോർട്ടർ ടിവിയിൽ വർക്ക് ചെയ്യണോ? അല്ല PA. ഞാൻ നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടില്ലല്ലോ. ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു, എന്ത് സർപ്രൈസ്? ഞാൻ അയച്ചു തരാം, വെച്ചോ. വൈൽഡ് കാർഡ് എൻട്രിയാ? ഹലോ ആ വാസണ്ണ, അതെ ഞങ്ങൾ മറ്റേ ഇവന്റ് മാനേജ്മെന്റിന്റെ കാര്യം പറയാനായിരുന്നു. ഓ കുട്ടിയൊക്കെയാണ് ഇവന്റ് മാനേജ്മെന്റിലുള്ളത്. ആ ആണല്ലേ, ഓക്കെ 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 ഓക്കെ. കുറച്ച് ആറ്റിറ്റ്യൂഡ് പറഞ്ഞു. അപ്പോ ജസ്റ്റ് മീറ്റിംഗ് പോലെ എപ്പോഴാണ് കറക്റ്റ് പറ്റുന്നതെന്ന് ചോദിക്കാൻ. ഞാൻ എന്തായാലും ഫ്രീ ആകുമ്പോ പറയാൻ. എന്തായാലും 2 ദിവസം ഞങ്ങള് നല്ല തിരക്കില്ല. സൺഡേ സമയം കാണോ? സൺഡേ ഞാൻ നാളെ കൺസൈൻമെന്റ് ഉണ്ട്. അതോടെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാരും ഗ്യാങ്ങിലെ മെമ്പേഴ്സ് ഒക്കെ വന്നിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറയാം. എനിക്ക് ഞങ്ങൾക്ക് വേണ്ടത് ഒന്ന് ലീഡർ അല്ലെങ്കിൽ പിന്നെ ആ ഫാമിലിയുടെ മുതിർന്ന ആൾക്കാരും അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഞാൻ എന്തായാലും പറയാം. ഞാൻ ഫ്രീ ആകുമ്പോ എന്തായാലും പറയാം, ഉറപ്പായിട്ടും. മൃദുല വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ, മൃദുല വിളിക്കാം. മൃദുലയുടെ നമ്പർ ഉണ്ട് എന്റെ നമ്പറുണ്ട്, ഞാൻ വിളിച്ചോളാം. ഉണ്ടല്ലോ നമ്പറൊക്കെ ഉണ്ട്. എന്തായാലും എന്തോ കൊള്ളിക്കുന്ന TV പരുന്തുവാസിന്റെ കീഴിൽ PA ആയി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കൺമണി ഷേണായി മുൻകൂട്ടി അറിയിക്കുന്നതും കൃത്യമായി നോട്ടീസ് പീരീഡ് കൊടുക്കാതെയും വിടുതൽ കത്ത് നൽകാതെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ മാസം 50 ലക്ഷം രൂപ ശമ്പള ഇനത്തിൽ മാറി നൽകാതെ ബുദ്ധിമുട്ടിച്ചുള്ളതായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ കേസ് ഫയൽ T കക്ഷി ഹാജരാക്കിയിട്ടുണ്ട്. കൂടാതെ എതിർകക്ഷിയായ പരുന്തുവാസു ശമ്പളവുമായി ബന്ധപ്പെട്ട് എടാ ഒരു സെക്കൻഡ് എടാ, ഞാനൊരു സാധനം വായിച്ചോണ്ടിരിക്കണേ. കൂടാതെ എതിർകക്ഷിയായ പരുന്തുവാസു ശമ്പളവുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് നടത്താത്തത് തെളിയിക്കുന്ന കഥയില്ലത് ജീവിതം തർക്ക പരിഹാര പരിപാടിയുടെ വീഡിയോ എവിഡൻസും ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കരാർ പ്രകാരം T കക്ഷിക്ക് വേണ്ട കോമ്പൻസേഷൻ അതോറിറ്റി മുമ്പാകെ ചർച്ച ചെയ്ത് നിജപ്പെടുത്തി നൽകേണ്ടതാണ്. അല്ലാത്ത പക്ഷം T പോസ്റ്റിലേക്ക് മറ്റ് നിയമങ്ങൾ നടത്തുന്നതിൽ നിന്നും പരുന്തുവാസുവിനെ വിലക്കി കൺമണി ഷേണയ്ക്ക് സ്റ്റേ ഓർഡറും ഒപ്പം സെറ്റിൽമെന്റ് വരെയും ഉപജീവന മാർഗമായി പുതുക്കിയ വേതന പ്രകാരം ജോലിയിൽ തുടരാനും ഉത്തരവാകുന്നു. ഈ കാലയളവിൽ കൺമണിയുടെ ജീവന് ഭീഷണിയാകുമെന്ന് കോടതി അറിയിച്ച സാഹചര്യത്തിൽ പരുന്തുവാസുവിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ പ്രൊട്ടക്ഷൻ ഓർഡർ ഇതോടൊപ്പം അനുവദിച്ചു നൽകുന്നു.
മേൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ ലംഘനമുണ്ടായാൽ പക്ഷം എതിർ കക്ഷിയായ പരുന്ത് വാസുവിനെതിരെ നിയമ നടപടികൾ ഉണ്ടായിരിക്കും. എക്സലാൻഡ് സ്പീഡി ഓഫീസ് ലിങ്ക്ഡ് വിത്ത് ഹൈക്കോർട്ട് എക്സലാൻഡ് സിറ്റി ഇഷ്യൂഡ് ബൈ ഭരചന്ദ്രൻ IPS. ഇഷ്യൂഡ് ഓൺ 29 ജൂലൈ 2025. ഹലോ കേൾക്കുന്നുണ്ടോ? ആ കേക്കടാ, പറ. അതെ എന്താ? ഓ ഹായ് കഴിക്കാം. എടാ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കലടാ, പറടാ. അച്ഛനാ വന്നിട്ട് കുറച്ച് ദിവസമായി വസണ്ണോടെ അച്ഛനെ കാണാൻ പറ്റിയിട്ടില്ല. എന്താണ് ഇപ്പൊ കിട്ടിയത് കാണാൻ? ഓ എങ്ങനെയുണ്ട് സിറ്റിയൊക്കെ? സിറ്റിയൊക്കെ അടിപൊളി സിറ്റിയാണ് വസണ്ണ. എടാ ഞാൻ ഒരു ചെറിയ സിറ്റുവേഷനില്ല. എന്റെ നമ്പർ 3333.